എല്ലാവർക്കും മറ്റൊരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലൊക്കെ ഉപ്പേരി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് ആ ഒരു സന്തോഷം പങ്കുവച്ചിരുന്നത്. ഇന്ന് ഈ കോവിഡിൻ്റെ കാലത്ത് പരസ്പരം വീടുകളിലേക്ക് പോയൊക്കെയുള്ള സന്തോഷം ഈ വർഷം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലും ആളുകൾ പുറത്തുനിന്നും ഉപ്പേരിയൊക്കെ വാങ്ങുവാനാണ് സാധ്യത. ഈ അവസരത്തിൽ നമ്മൾ ചില ഉപ്പേരി കടകളിലെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണുവാനായിട്ടൊന്ന് പോവുകയാണ്. ഉപ്പേരി കടകളിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ ചങ്ങനാശ്ശേരി കുരിശുംമൂട്ടിലുള്ള ന്യൂ മലബാർ ചിപ്സ് എന്ന സ്ഥാപനത്തിലാണ്. ഇവിടെ ഓണത്തോടനുബന്ധിച്ചുള്ള ചിപ്സിൻ്റെ നിർമ്മാണം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ തന്നെ ആ ചിപ്സുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ കാരണം വ്യാപാര രംഗത്ത് കുറച്ച് മാന്ദ്യമായിരുന്നു, അതെല്ലാം മാറി ഇപ്പോൾ കച്ചവടം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ആ കച്ചവടം, അതിൻ്റെ നിർമ്മാണം ഒക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, നമ്മുടെ ഈ ന്യൂ മലബാർ ചിപ്സിൻ്റെ ഓണറാണ് ജോജി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എത്ര വർഷമായിട്ടോ ഇപ്പോൾ കട? 15 വർഷം അല്ലേ? ഇപ്പോൾ കൊറോണ കാരണം കച്ചവടമൊക്കെ മടുപ്പായിരുന്നു അല്ലേ? ഈ അടുത്ത ദിവസങ്ങളിൽ അനക്കമായി വരുന്നു അല്ലേ? നമ്മളിവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചിപ്സ്, ശർക്കര വെട്ടി എല്ലാ ഐറ്റം ഉണ്ട്. 24 സീറ്റ് ഉണ്ടല്ലേ? പുറത്തോട്ട് കടകളിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നല്ലേ? നമുക്ക് എക്സ്പോർട്ടിംഗ് ഓർഡർ ഉണ്ട്. ഓക്കെ. ഏതൊക്കെ ജില്ലകളിൽ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ സപ്ലൈ ചെയ്ത് പോകും, അവർ പോകുന്നുണ്ടല്ലേ? എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ഇവിടെ? നമുക്ക് 6 ഈ സാധനങ്ങൾ ഗിഫ്റ്റോണ എങ്ങനെയുണ്ട്? വില കൂടുതലാണോ അതോ? ഇല്ല, വില കുറവാണ്. 340 ഒക്കെ ആയിരുന്നു, പക്ഷേ 300 ചിപ്സിന് അല്ലേ? വില കൂടുതൽ ചിപ്സിന് പക്ഷേ 300 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലേ? വഴിയോര കച്ചവടം കൂടി കാരണം. ഈ വഴിയോരത്ത് എങ്ങനെ ഇവർക്ക് ഈ 100 രൂപ? അത് നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. അത് പാളംകുളം ചിക്കൻ പറ്റൊക്കെ ആയിരിക്കും, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നമ്മൾ ആ കച്ചവടത്തെ നമ്മൾ ക്വാളിറ്റി കൊടുക്കും, നമ്മളോട് പരാതി ഒന്നും പറയത്തില്ല. ഓക്കെ. നമ്മൾ എണ്ണയൊക്കെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ. നമ്മൾ ശനിയാഴ്ച എണ്ണ എല്ലാം മാറും. നമുക്ക് എവിടെ മുനിസിപ്പാലിറ്റി ഇല്ലാണ്ട് അവർ ചെക്കിംഗ് ഒക്കെ ഉള്ളതായിരുന്നു, ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് കൊടുക്കുന്നു. ഓക്കെ. ഈ നമുക്ക് ഈ ഓണക്കാലത്ത് ഈ ചിപ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇതിനാണ് ചിപ്സ്, ശർക്കര വെട്ടി, കളിയടയ്ക്ക ഓണ സമയത്ത് എല്ലാ ഐറ്റവും പോവുകയും ചെയ്യും. എല്ലാ ഐറ്റവും നമ്മുടെ ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം ഓണമാണ് മെയിനായിട്ട്. വീട് എവിടെ ചേട്ടൻ്റെ? വീട് ചെത്തിപ്പുഴ അല്ലേ? പേരെങ്ങനെ ചേട്ടാ? അനിൽ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതിങ്ങനെ വർക്ക് നടക്കുകയാണോ? നടക്കുകയാണല്ലേ? ഇപ്പോൾ കായ്ക്ക് ഇച്ചിരി വില കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കായ്ക്ക് ഇപ്പോൾ 54 രൂപ വരെ. 54 രൂപ ഉണ്ടല്ലേ? അല്പം കൂടിയിട്ടുണ്ട്. ഇച്ചിരി കൂടി. നമ്മൾ ഈ അടുപ്പ് തന്നെയാണ് സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്? സ്ഥിരമായിട്ട് ഇത് അടുപ്പാണല്ലേ? ഒരു ദിവസം എത്ര കിലോ അങ്ങനെ വല്ലതും കണക്കുണ്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്? എത്ര? 250 അല്ലേ? ഓക്കെ.
നമ്മളിനി മറ്റൊരു കടയിലേക്ക് പോവുകയാണ്. ഇപ്പം ന്യൂ മലബാർ ചിപ്സിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ മറ്റൊരു കടയിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഇത് നമ്മൾ ഞാലിയാകുഴിയിലുള്ള ആപ്പിൾ മേറ്റ്സ് എന്ന സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്. വലിയ തോതിൽ ബേക്കറി ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കടയാണ്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മളങ്ങനെ കോട്ടയം ജില്ലയിലെ ഞാലിയാകുഴിയിലുള്ള ആപ്പിൾ മേറ്റ്സ് എന്ന കമ്പനിയുടെ ഗോഡൗണിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം. മധ്യ തിരുവിതാംകൂർ ധാരാളമായിട്ട് വിറ്റുപോകുന്ന പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ മേറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രൊപ്പറേറ്റർ ശ്രീ രാജേഷ് നമ്മുടെ കൂടെയുണ്ട്. എത്ര വർഷമായി ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? 20 വർഷം അല്ലേ? അപ്പം ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതലായിട്ട് സെയിലുള്ളത്? നമ്മളെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട. ഇപ്പോൾ നമുക്കറിയാം ഓണത്തിൻ്റെ തിരക്കുകളാണ്. ഇപ്പോൾ ഓണത്തിന് കൂടുതലായിട്ട് പോകുന്ന ഉപ്പേരിയും മറ്റ് സാധനങ്ങളും തന്നെയാണ്. ഓണത്തിന് ബനാന ചിപ്സ്, ശർക്കര വരട്ടി, കളിയടക്ക അല്ലെങ്കിൽ ചീട എന്ന് പറയുന്നത് ഈ 3 ഐറ്റമാണ് ഓണത്തിന് ഏറ്റവും മെയിനായിട്ട് പോകുന്നത്. ഇത്തവണ ഈ കോവിഡ് കാരണം ഈ കായ്ക്കൊക്കെ എന്തെങ്കിലും ക്ഷാമം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കായ്ക്ക് ക്ഷാമമൊന്നും വന്നിട്ടില്ല. പൊതുവെ ഒരു ബിസിനസ്സിന് ഒരു മടുപ്പുണ്ടായിരുന്നു. അതായത് എല്ലാ വർഷത്തിനും പോകുന്നതിനേക്കാൾ ഒരു പകുതി സാധനം നമ്മൾ കരുതിയിരുന്നുള്ളൂ. അത് പോയിട്ടുള്ളൂ. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഒരു പകുതി ബിസിനസ്സായി. ഈ ചിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേക്കറികളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓണത്തിന് നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മറ്റേ നമ്മൾ എവിടെയെങ്കിലും വിരുന്നിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് കൂടുതലും ഓണം കഴിഞ്ഞും ഒക്കെ വരുന്നത്. ഈ ആണ്ടിൽ അങ്ങനത്തെ ഒന്നും ആൾക്കാർ യാത്ര ഒഴിവാക്കും, അതുകൊണ്ട് കുറയും. പക്ഷെ വീടുകളിലും അങ്ങനെ ആൾ കൂടി ഉണ്ടാക്കുന്ന ഇത്തവണ കുറവായിരിക്കും. അതെ അതെ കുറവായിരിക്കും. ഇപ്പം ബനാന ചിപ്സും പിന്നെ അതുപോലെ തന്നെ ശർക്കര വരട്ടി പോകുന്നുണ്ടല്ലേ? ബനാന ചിപ്സ്, ശർക്കര വരട്ടി, കളിയടക്ക അല്ല ചീട എന്ന് പറയുന്ന സാധനം ഇത് മൂന്നുമാണ് മെയിനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? അത് വളരെ ചെറിയൊരു വണ്ടിയെ തുടങ്ങിയ പരിപാടിയാണ്. ഞങ്ങൾ ഫാദറും അനിയനും ഞങ്ങളെല്ലാവരുടെ കൂട്ടായുള്ള ഒരു പ്രസ്ഥാനമാണ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഒരു നല്ല ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ ഈ സാധനങ്ങളുടെ ഗുണമേന്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉറപ്പാക്കുന്നത്? നമ്മൾ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളെ ഉപയോഗിക്കുകയുള്ളൂ. മിശ്രക്ക് ചെയ്യാനാണെങ്കിലും സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് കടലമാവ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റേ നല്ല കൂടിയ പാൽക്കായം, പിന്നെ കപ്പലണ്ടി ആണെങ്കിലും ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള കപ്പലണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ സാധനത്തിനും വില കൂടിയെന്ന് പറഞ്ഞാലും നല്ല ക്വാളിറ്റി സാധനം മാത്രം. അതിൻ്റെതായ ഒരു മെച്ചം നമുക്ക് വിപണിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലേ? ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുക. മിക്സറിനുള്ള അല്ലേ? ഇതെന്ത് മാവ്? കടലമാവാണ്. നേരെ വറുത്തെടുക്കുക അല്ലേ? ഒരു മിക്സർ ഉണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മിക്സറിൻ്റെ കടലമാവ് ആണിപ്പോൾ ഇത് വറുത്തെടുക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്.
നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ഓണാശംസകൾ.